കൊല്ലം പുനലൂരിലെ 18-കാരിയുടെ അപകട മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. പുനലൂർ പ്ലാവിൽ വീട്ടിൽ പവിത്രയുടെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യമുള്ളത്. ജൂൺ 18-നാണ് 19-കാരിയായ പവിത്ര ബന്ധുവിനൊപ്പം സഞ്ചരിച്ച ബൈക്കിൽ അപകടമുണ്ടായി ചികിത്സയിലിരിക്കെ മരിച്ചത്. പുലർച്ചെ തെന്മല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉറുകുന്ന പള്ളിക്ക് സമീപമാണ് അപകടം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പവിത്രയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഈ സംഭവത്തിലാണ് കുടുംബം ഇപ്പോൾ ദുരൂഹത ഉന്നയിക്കുന്നത്. അച്ഛൻ രാജേഷിനും സഹോദരിക്കുമൊപ്പമാണ് പവിത്ര താമസിക്കുന്നത്. 24-ന് വൈകിട്ട് കുട്ടി സമീപത്തെ പിതൃസഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം പുലർച്ചെ അച്ഛന്റെ ഫോണിലേക്ക് തെന്മല പോലീസിൽ നിന്ന് വിളിയെത്തി. മകൾക്ക് അപകടത്തിൽ പരിക്കേറ്റെന്നും ഗുരുതരാവസ്ഥയിലാണെന്നുമാണ് പോലീസ് പറഞ്ഞത്. പിതൃസഹോദരിയുടെ വീട്ടിലായിരുന്ന പെൺകുട്ടി രാത്രി തെന്മലയിലെത്തിയത് എങ്ങനെയെന്നാണ് മാതാപിതാക്കളുടെ ചോദ്യം. ഞാൻ നാട്ടിൽ വരുമ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് അവൾക്ക് ചെറിയായിട്ടൊരു ബോധം വന്നപ്പം അവളെ അപ്പച്ചിയുടെ മോനോടും എല്ലാവരോടും പറഞ്ഞ് അവളെ അടിച്ചതാന്ന് അവള് പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യത്തെ പറ്റി നമ്മളിവിടെ തെന്മല സ്റ്റേഷനിൽ അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴും അവരതെല്ലാം നിസ്സാരമായിട്ട് കാണുകയാണ് ചെയ്തത്. പെൺകുട്ടിയെ രാത്രി തെന്മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവർ അപായപ്പെടുത്തിയിരിക്കാമെന്നാണ് കുടുംബത്തിന്റെ സംശയം. ചെറിയ ബോധം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അടുത്ത് മാത്രമല്ല, എൻ്റെ പെങ്ങളുടെ മോനും മോൻ്റെ പെണ്ണ് നിൽക്കുമ്പോഴാണ് പറഞ്ഞത്. വണ്ടി ആക്സിഡന്റ് മരിച്ചാന്ന് വണ്ടി പറഞ്ഞാന്ന് പറഞ്ഞില്ല, എന്നെ അടിച്ചെന്ന് 3 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ ശ്രീനാഥ് എന്ന് പറഞ്ഞ ഇവനറിയാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് പറഞ്ഞത്. പവിത്രയുടേത് അപകട മരണമല്ല, കൊലപാതകമാണെന്നാണ് ആരോപണം. കുട്ടിയെ രാത്രിയിൽ തെന്മലയിലേക്ക് കൊണ്ടുപോയവരെ കുറിച്ച് രക്ഷിതാക്കൾ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരാണ് പവിത്രയുടെ മരണത്തിന് പിന്നിലെന്നാണ് ആരോപണം. വിശദാന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.